ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ് പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, BMP003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ചാണ് അല്ലെ, മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് അറിഞ്ഞിരിക്കണ്ടേ? ഇന്റർനാഷണൽ ബിസിനസ് എന്താന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാര്യങ്ങളൊക്കെയാണ് ബിസിനസ്സിൽ നമ്മൾ പറയുന്നത്. സോ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇറ്റ്സ് എ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ടെക്നോളജി, ക്യാപിറ്റൽ, നോളേജ് എല്ലാമാണ്. പക്ഷെ എങ്ങനെയായിരിക്കും? അക്രോസ് ദ നാഷണൽ ബൗണ്ടറീസ് ആയിരിക്കും. അതായത് വിത്തിൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിരിക്കില്ല. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ആ ഒരു രാജ്യത്തിന്റെ നാഷണൽ ബൗണ്ടറീസിന് അപ്പുറവും ഉള്ള ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ടെക്നോളജി, ക്യാപിറ്റൽ കാര്യങ്ങളെല്ലാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർനാഷണൽ ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഒരു ഗ്ലോബൽ ട്രേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആസ് വി നോ, ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആണ്. സോ അവിടെ നമ്മൾ എന്താണ്, ഗുഡ് സർവീസ് കാര്യങ്ങളെല്ലാം ഗ്ലോബലി ട്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻസ് ഗ്ലോബലി എൻ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഗ്ലോബലി ബിസിനസ് നടത്തുന്നത്, അവർക്കുള്ള ട്രേഡ് ബാരിയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് അവർ ഗ്ലോബലി ഒരു ട്രാൻസാക്ഷണൽ ഒരു സ്കെയിലിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു പേപ്പർ 4 ബ്ലോക്സിലായിട്ട് ടോട്ടൽ 16 യൂണിറ്റ്സിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്കും അതിൽ വരുന്ന യൂണിറ്റ്സും അതിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മുടെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. സോ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് സർവീസ് ക്യാപിറ്റൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് എങ്ങനെയാണ് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അക്രോസ് ദ നാഷണൽ ബൗണ്ടറീസ് ആണ് അല്ലെ, ബിയോണ്ട് അവർ നാഷണൽ ബോർഡേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും നമ്മൾ ഗുഡ്സിനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലോക്കില് നമ്മൾ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ്സുമായി റിലേറ്റ് ആയിട്ട് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ട്രേഡ് തിയറീസും ബാരിയേഴ്സും തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം 4 യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ അതില് ബ്ലോക്ക് 1 നമ്മുടെ യൂണിറ്റ് 1, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. സോ ഇന്റർനാഷണൽ ബിസിനസിന്റെ മീനിങ്, സ്കോപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തിനാണ് വൈ ദ ഫേംസ് എൻഗേജ് ഇൻ ഓവർസീസ് ഓപ്പറേഷൻസ്, എന്തിനാണ് ഇവർ ഗ്ലോബലി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ എക്കണോമീസിന് വരുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഗ്ലോബൽ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ള മോട്ടിവേഷൻസ്, എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റും മാർക്കറ്റും ചൂസ് ചെയ്യാൻ പറ്റുന്നത് വൈൽ വി ആർ ഗോയിങ് ഗ്ലോബലി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 2 ഇസ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അപ്പൊ നമുക്ക് കുറച്ച് തിയറീസ് ഉണ്ട്, ആദം സ്മിത്തിന്റെയും ഡേവിഡ് റിക്കാർഡോന്റെ ഒക്കെ കീ തിയറീസ് റിലേറ്റിംഗ് ടു ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ട്. അപ്പൊ മെർക്കന്റലിസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, അതേപോലത്തെ കുറച്ച് മോഡേൺ തിയറീസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 ബാരിയേഴ്സ് ടു ഇന്റർനാഷണൽ ട്രേഡ്. മെയിൻലി നമ്മൾ ആ ഒരു ഇന്റർനാഷണൽ ട്രേഡിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്താ പറയുന്നത്. താരിഫ് ബാരിയേഴ്സും ഉണ്ട്, നമുക്ക് നോൺ താരിഫ് ബാരിയേഴ്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ക്വാട്ട, സബ്സിഡീസ്, വോളണ്ടറി എക്സ്പോർട്ട് റീസ്ട്രെയിൻസ്, ടെക്നിക്കൽ അല്ലെങ്കിൽ സാനിറ്ററി ബാരിയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 4 മോഡ്സ് ഓഫ് എൻട്രി. ഒരു ഫേമിന് പല രീതിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാം അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാം. ഇപ്പൊ എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, വെഞ്ചർ ക്യാപിറ്റൽ, അതേപോലെ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അതും അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ്, റിസ്ക് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യും.
അപ്പൊ യൂണിറ്റ് 4ഉം കൂടി കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലോക്ക് 1 കഴിയും. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് ഇന്റർനാഷണൽ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരെ നമ്മുടെ ബ്ലോക്ക് 2ലേക്ക് പോകും. ബ്ലോക്ക് 2 ഗ്ലോബലൈസേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് വേൾഡിനെ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, അവിടെ ഒരു ട്രേഡ് ബൗണ്ടറീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇല്ലാതെ ഇപ്പൊ ഏത് നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ. അത് ഗ്ലോബലൈസേഷൻ ഒരു ഔട്ട്കം ആയിട്ടാണ് പറയുന്നത്. സോ ഇതാണ് ഗ്ലോബലൈസേഷൻ. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്, അതേപോലെ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, WTO നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും. ഈ ബ്ലോക്കിലും നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 5 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആണ്. അപ്പോ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റും അതിന്റെ റെലവൻസ് എന്താണ് ഡിസിഷൻ മേക്കിംഗിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയും. അപ്പൊ നമുക്ക് പല ഡയമെൻഷൻ, കൾച്ചറൽ ഉണ്ട്, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യൽ, അങ്ങനെ പല ഡയമെൻഷനിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെന്റ് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ യൂണിറ്റ് 6 ഗ്ലോബലൈസേഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഗ്ലോബലൈസേഷൻ, ആ ഒരു കോൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എങ്ങനെയാണ്, വാട്ട് ആർ ദ ഫോഴ്സസ് ദാറ്റ് പ്രൊമോട്ട് ഗ്ലോബൽ ഇന്റഗ്രേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ഫോർ ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, അതേപോലെ തന്നെ ഇന്ത്യയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം യൂണിറ്റ് 6ലാണ് നമ്മൾ പറയുന്നത്. ദെൻ യൂണിറ്റ് 7 WTO കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഗാട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് WTOയുടെ പ്രെഡസസർ ആയിരുന്ന ഗാട്ട്, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫിൽ നിന്ന് എങ്ങനെ നമ്മളിപ്പോ കാണുന്ന WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് എത്തി, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ, സ്ട്രക്ചർ, ഫങ്ഷൻസ്, ദെൻ മേജർ ആയിട്ട് വരുന്ന അഗ്രിമെന്റ്സ്, നമ്മൾ ട്രിംസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ആ കാര്യങ്ങളും അതേപോലെ തന്നെ മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് ആ ഒരു ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ യൂണിറ്റ് 8 ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇവിടെ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് FDI ആൻഡ് FPI രണ്ട് കാര്യങ്ങളാണ്. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും FPI എന്ന് പറയുമ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡ്രോബാക്സ് ഫോർ ഹോം കൺട്രി, ഹോസ്റ്റ് കൺട്രി, ദെൻ റിസന്റ് ഫ്ലോ എങ്ങനെയാണ്, അല്ലെങ്കിൽ റിസന്റ് ട്രെൻഡ് എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോയിൽ, ഇന്ത്യയിലെ കാര്യങ്ങളെ കുറിച്ചും റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രിംസ് പോലത്തെ പോളിസീസ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ബ്ലോക്ക് 2 കഴിഞ്ഞു, നമ്മൾ നേരെ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോ അവിടെ വേൾഡ് ട്രേഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ്. സോ വേൾഡ് ട്രേഡ് എങ്ങനെയാണ് ആ ഒരു നേഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് കറന്റ് ആയിട്ടുള്ള വേൾഡ് ട്രേഡ് ട്രെൻഡ്സ് എന്നുള്ള കാര്യം, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ദെൻ കുറച്ച് റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, നമ്മള് നാഫ്ത എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. ദെൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ വേൾഡ് ബാങ്ക് ഒക്കെ പോലെ, ഇവരെ കുറിച്ചെല്ലാം നമ്മൾ ഈ ഒരു ബ്ലോക്കിലായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഇതിലെ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് 9 ആണ്, വേൾഡ് ട്രേഡ് എന്നുള്ളതാണ്. സോ ഇവിടെ എന്തൊക്കെയാണ് കറന്റ് ട്രെൻഡ്സ് ഇൻ വേൾഡ് ട്രേഡ് എന്നുള്ള കാര്യങ്ങൾ, അതായത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, കോമ്പോസിഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ റീജിയണൽ ട്രേഡ് ഡയറക്ഷൻസ്, അതായത് ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ്, ഇനി എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസും കൺസ്ട്രെയിൻസും ആണ് നമുക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ യൂണിറ്റ് 10 is ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മുടെ BOP അല്ലെ. അപ്പൊ അവിടെ രണ്ട് കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് അക്കൗണ്ട്സിലായിട്ടായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻസ് വരുന്നത്. അതിന്റെ കാര്യങ്ങള്, അപ്പൊ നമുക്ക് ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ അതെങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ദെൻ റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്. അപ്പൊ എന്താണ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ, അത് നമ്മൾ ആദ്യം പറയും. പിന്നെ ഫ്രീ ട്രേഡ് ഏരിയാസ് ഉണ്ട്, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ, അങ്ങനെ പല യൂണിയൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെ കുറിച്ചെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യും. ദെൻ ഈ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 12, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ IMF, വേൾഡ് ബാങ്ക്, അതേപോലെ ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, UNCTAD തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ റോൾ എന്താണ്, അവരുടെ ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ഗ്ലോബൽ സ്റ്റെബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇത്രയും പറയുമ്പോൾ നമ്മുടെ 3 ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് ബ്ലോക്ക് കണ്ടംപററി ഓർ കറന്റ് ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ന്യൂ എക്കണോമിക് ട്രെൻഡ്സ്, എന്തൊക്കെയാണ് ചേഞ്ച്ഡ് ആയിട്ടുള്ള ട്രേഡ് പാറ്റേൺസ്, അല്ലെങ്കിൽ ഗ്രോയിങ് കൺസേൺ എന്തൊക്കെയാണ് റിലേറ്റഡ് ടു സസ്റ്റൈനബിലിറ്റി ആൻഡ് എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ ട്രേഡ് ഇൻ സർവീസസ്, അതേപോലെ പല ഇന്റർനാഷണൽ നെഗോസിയേഷൻ, സസ്റ്റൈനബിലിറ്റി, എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം 4 യൂണിറ്റ്സിലായിട്ട് ഡിസ്കസ് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ പേപ്പർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതില് ഫസ്റ്റ് വരുന്ന യൂണിറ്റ് 13 ഇന്റർനാഷണൽ ട്രേഡ് ഇൻ സർവീസസ് ആണ്. അപ്പൊ ട്രേഡ് ഇൻ സർവീസസ് എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രോയിങ് ടോപ്പിക് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് മെർക്കന്റൈസ് ട്രേഡിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ദെൻ പല സർവീസ് കാറ്റഗറീസ്, അതിന്റെ ഡെലിവറി മോഡ് തുടങ്ങിയ കാര്യങ്ങള്, ഗ്ലോബൽ ട്രെൻഡ് എന്താണ്, ഇതായിട്ട് വരുന്ന ഇന്ത്യൻ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഈ ഒരു സെക്ടറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂണിറ്റ് 14 വരുമ്പോ ഇന്റർനാഷണൽ ബിസിനസ് നെഗോസിയേഷൻസ് ആണ്. സോ ഹൗ ദിസ് ബിസിനസ് നെഗോസിയേഷൻസ് വിൽ അഡ്വാൻസ് ദ ബിസിനസ് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എങ്ങനെ നെഗോസിയേഷൻസ് നടത്താം, എന്ത് ഇമ്പാക്ട് ആണ് അത് ഉണ്ടാക്കുന്നത്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്ത് പോകും. ആൻഡ് യൂണിറ്റ് 15 ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമുക്കറിയാം അല്ലെ, നമ്മളൊരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷന്റെയും ഒരു ഗോൾ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സും സസ്റ്റൈനബിലിറ്റി നമ്മൾ റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ കോർപ്പറേറ്റും എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് സസ്റ്റൈനബിലിറ്റീസ് അഡ്രസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എത്തിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ലൈക്ക് എന്തൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരുന്നത്, അതേപോലെ ലേബർ സ്റ്റാൻഡേർഡ്സ്, കറപ്ഷൻ, എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ആ കാര്യങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്ന എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായിട്ട് റിലേറ്റഡ് ആയിട്ട് കോർപ്പറേറ്റ്സിൽ വരുന്ന അവരുടെ ഫ്രെയിംവർക്കും ഓരോ കോർപ്പറേറ്റിന്റെ അപ്രോച്ച് കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ പറയും. ഇപ്പൊ 16 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ച് നമുക്ക് ഒരു ഫണ്ടമെന്റൽ തുടങ്ങി കറന്റ് ട്രെൻഡ്സ് എന്താണ് എന്നുള്ളത് വരെ നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു.